ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല പിങ്ക് കളറിലുള്ള ബീറ്റ്റൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിലുള്ള ഒരു ബീറ്റ്റൂട്ട് പച്ചടിയാണ്. എല്ലാവർക്കും സദ്യയിൽ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ബീറ്റ്റൂട്ട് പച്ചടി. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീറ്റ്റൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കളറുള്ള ബീറ്റ്റൂട്ട് തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ബീറ്റ്റൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് കുക്കറിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ ഒരു 4-5 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ബീറ്റ്റൂട്ട് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു 4-5 വിസിലടിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ബീറ്റ്റൂട്ട് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് നമുക്കിനി ഈ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം. അതിനുശേഷം കംപ്ലീറ്റ് ചൂടാറിയിട്ട് ഒരു മിക്സഡ് ജാറിലിട്ട് ബീറ്റ്റൂട്ടും അതിൻ്റെ ഒരു വെള്ളം കൂടി ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് നമ്മൾ അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തത് നമുക്കൊരു മൺചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും ജീരകവും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓവറായിട്ട് വെള്ളം ഒഴിച്ച് ലൂസാക്കി അരച്ചെടുക്കരുത്. ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ അരപ്പ്. അല്ലെങ്കിൽ നമ്മുടെ പച്ചടിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് മാറുന്നത് വരെ, അതായത് ആ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് വേറെയാകും. പച്ചടി എളുപ്പം കേടായി പോവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം നമ്മൾ ഈ അരപ്പിൻ്റെ റോ ടേസ്റ്റ് മാറാനായിട്ട് നമ്മൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്കുള്ള തൈര് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിലൊന്നും ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ അത് ഓവറായിട്ട് ലൂസായി പോകും. അപ്പോൾ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചൂട് കുറച്ച് ആറണം. അതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മൺചട്ടി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. കുറച്ച് ചൂടാറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. താളിച്ചൊഴിച്ചിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ നല്ല കളറായിട്ട് വരും. അപ്പോൾ നല്ല കളറുള്ള ബീറ്റ്റൂട്ട് തന്നെ നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് റെസിപ്പിയായി നമുക്ക് വീണ്ടും കാണാം.